നേതാക്കളായ സബാനിയാക്കൾ നരകമിൽ 19 മുദ്ദസിർ സൂറത്തതിൽ ഓരോരോ കൈകാൽ കൊണ്ടും അവരും ഒരവസരം ശിക്ഷിക്കുമെന്നാ സോദരാ 10,000 ദഖായിഖുൽ അഖ്ബാർ നോക്കതിലുണ്ടിത് 31 പേജിലാ പറയുന്നത്. ദേഷ്യത്തിനാൽ അലറുന്നതാണ് നരകവും, തീപ്പൊരികളെറിയും കസ്ർ പോലാണുയരവും. തർമി ബിശററിൻ കൽ ഖസറി എന്നല്ലയോ വൽ മുർസലാത്തി പറഞ്ഞതും കേട്ടില്ലയോ. നരകം തിളച്ചതിൽ നിന്ന് പൊങ്ങും ദോഷികൾ, തീപ്പൊരികൾ ഉയരും പോലെ പൊങ്ങി വരും മുകൾ. വെളിയിൽ അവർ ഉടൻ ചാടുവാൻ തുനിയുന്നതാ, സബാനിയാക്കൾ കണ്ടടിച്ചമർത്തുന്നതാ. ആഴത്തിലേക്കവർ എത്തിയെന്നാൽ തന്നെയും തിളച്ചിട്ട് പൊങ്ങുന്നുണ്ടുടൻ അവർ പിന്നെയും. ഇരുമ്പിൻ്റെ ദണ്ടാലുള്ള അടിയാ പിന്നെ ഈ രീതി നടക്കുമെന്നാ പൊന്നേ. ഹജ്ജ് എന്ന സൂറത്തോതി നോക്കതിലുള്ളതാ, കൂടാതെ സ്വാമിയിൽ വിശദമായി പറയുന്നതാ. നരകം അതിൻ്റെ അടിഭാഗമെല്ലാം ഇയ്യമാ, സുഹൃത്തുക്കളെ അതിനുള്ള മേൽപ്പുര ചെമ്പുമാ. കിബിരിത്തിനാലാ ഭിത്തികൾ അതിനുള്ളത്, ദുററുൽ ഹിസാൻ 21 ഉണ്ടിത്. നരകത്തെ മഹ്ശറിൽ കൊണ്ടുവരണം എന്ന് ജിബ്രീലിനോടായി റബ്ബ് പറയും അന്ന്. ജിബ്രീൽ വിവരം മാലിക്കെന്ന മലക്കിനെ ധരിപ്പിക്കും. അപ്പോൾ മാലിക്കും നരകത്തിനെ വിളിക്കുന്നതായി, നരകമേ നീ ഇന്ന് ഉടൻ തന്നെ മഹ്ശറിലേക്ക് പോകണമെന്ന്. അപ്പോൾ മതച്ച് പതച്ചതും അലറുന്നതാ, അത് കേട്ട് കൽബുകൾ സോദരാ വിറക്കുന്നതാ. ഗർഭിണികൾ അന്നുണ്ടെങ്കിൽ അവരറിയാതെ പ്രസവിച്ച് പോകും മാസവും തികയാതെ. ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ. ഹജ്ജിൻ്റെ ആദ്യം തന്നെ റബ്ബുണർത്തുന്നതാ. അവരാദ്യം അട്ടഹാസം ഇട്ടതായി കരയുന്നതാ, പിന്നീട് കൂറ്റുമടച്ചതായി. ഇത് കഴുത കരയും പോലെയാണെന്നാണ് നബിവചനമിൽ നീ നോക്ക് വ്യക്തവുമാണ്.